നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 2 റിവൈസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റിവിഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തായാലും പരീക്ഷയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് പരീക്ഷയാണ്, ഡേ 2ന്റെ റിവിഷൻ എക്സാം. നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു എന്ന് കരുതുക. എന്തായാലും പരീക്ഷ എഴുതി നോക്കാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ആ ഇഷ്ടം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലൈക്ക് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. തുടങ്ങാം. ടെൻത്ത് മീൻസ് ഡേ 2 റിവിഷൻ എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ചന്ദ്രന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് ഏണാങ്കൻ, ശശധരൻ, ഭാസ്കരൻ, സുധാംശു. ഓപ്ഷൻ നോക്കിയിട്ട് ചന്ദ്രന്റെ പര്യായ പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനയെ കണ്ടെത്തുക. ശുഗം, കീരം, ശാരിക, രസന. മൂന്ന്, which of the following is not the synonym of clique? Inconsistent, body, circle, community. 4, ആൽഫാ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് കണ്ടെത്തുക. മൗസ്, ജോയ്സ്റ്റിക്, കീബോർഡ്, ലൈറ്റ് പെൻ. 5, കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ്? 10, 11, 12, 13. 6, ചുവടെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ബാർകോഡ് റീഡർ, പ്ലോട്ടർ, ട്രാക്ക് ബോർഡ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. 7, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്ന് കണ്ടെത്തുക. മോണിറ്റർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ് ഇവയൊന്നുമല്ല. 8, OCR എന്നാൽ എന്ത്? ഫുൾ ഫോം ആണേ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരാം. ഫയൽ ട്രാൻസ്ലേഷൻ പ്രോസസ്, ഒപ്റ്റിമം ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ കോഡ് റെക്കോർഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. 9, ചുവടെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് രോഗം ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ സൂചന ഡോപ്പമിൻ ഉൽപാദനം കുറയുന്നു. രണ്ടാമത്തെ സൂചന ശരീര തുലനനില നഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ സൂചന ഗാംഗ്ലിയോണുകളുടെ നാശം. ഓപ്ഷൻ എ പാർക്കിൻസൺസ് രോഗം, ബി എപ്പിലെപ്സി, സി അൾഷിമേഴ്സ് രോഗം, ഡി സിക്കിൾ സെൽ അനീമിയ. 10, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ആദ്യത്തേത് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നില്ല. മൂന്നാമത്തേത് ആക്സോണിന് പോഷകഘടകങ്ങൾ നൽകുന്നു. നാലാമത്തേത് വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. 11, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ശ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്നു. ഡെൻഡ്രൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 12, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോംഗേറ്റ, സെറിബ്രം, സെറിബെല്ലം, തലാമസ്. 13,
പേവിഷബാധ ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയെയാണ്? ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ. 14. തലച്ചോർ, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി ഏതാണെന്ന് കണ്ടെത്തുക. സംവേദനാഡി, സമ്മിശ്ര നാഡി, പ്രേരക നാഡി ഇവയൊന്നുമല്ല. 15. സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡി, 32 ജോഡി, 34 ജോഡി, 36 ജോഡി. ഓക്കെ, ഇത്രയാണ് 15 ചോദ്യം. ഉത്തരം എല്ലാം കിട്ടിയല്ലോ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ചന്ദ്രന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. ഏണാങ്കൻ ചന്ദ്രനാണ്, ശശധരൻ ചന്ദ്രനാണ്, ഭാസ്കരൻ എന്നാൽ സൂര്യനാണ്, സുധാംശു എന്നാൽ ചന്ദ്രൻ. അപ്പോൾ 1, 2, 4 ആണ് ഉത്തരം. സി, 1, 2, 4. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ശുഗം, കീരം, അതുപോലെ ശാരിക തത്തയുടെ പര്യായ പദങ്ങളാ. രസന എന്നാൽ നാവാണ്. അപ്പൊ അതാണ് ഒറ്റയാൻ. ഡി. 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സിനോണിം ഓഫ് ക്ലിക്ക്? ക്ലിക്കിന്റെ സിനോണിം അല്ലാത്തത് ഏതാ? ഇൻകൺസിസ്റ്റന്റ്. 4. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് കണ്ടെത്തുക. ആൽഫ ന്യൂമറിക് എന്ന് വെച്ചാൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ? കീബോർഡ് ആണ്. കീബോർഡ്. സി. 5. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ്? കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12 ആണ്. F12 വരെയാണ് ഉള്ളത്. സി. 6. ചുവടെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. പ്ലോട്ടർ ആണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാ. 7. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്ന് കണ്ടെത്തുക. വിഷ്വൽ ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റ് ഏതാ? മോണിറ്റർ. എ, മോണിറ്റർ. 8. OCR എന്നാൽ എന്ത്? OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഡി ആണ് ഉത്തരം. 9. ചുവടെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് രോഗം ഏതാണെന്ന് കണ്ടെത്തുക. ഇത് പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളായി തന്നേക്കുന്നതൊക്കെ. എ ആണ് ഉത്തരം. 10. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ബി ആണ്. ബാഹ്യശതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നത് മൈലിൻ ഷീത്താ. ഇവിടെ സംരക്ഷിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അത് തെറ്റാണ്. 11. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ബി ആണേ. ഡെൻഡ്രൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. അത് തെറ്റാ. ആക്സോണൈറ്റ് ആണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത്. അടുത്ത ചോദ്യം 12. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നത് ഏതാണ്? എ, മെഡുല്ല ഒബ്ലോംഗേറ്റ. മെഡുല്ല ഒബ്ലോംഗേറ്റയാണ്. 13. പേവിഷബാധ ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയെയാണ്? പേവിഷബാധ ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. നെർവസ് സിസ്റ്റത്തിനെയാണ് പേവിഷബാധ ബാധിക്കുന്നത്. ഡി. 14. തലച്ചോർ, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി ഏതാണെന്ന് കണ്ടെത്തുക. ബി ആണ് സമ്മിശ്ര നാഡി. സമ്മിശ്ര നാഡിയാണ്. 15. സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാ? സുഷുമ്ന നാഡി 31 ജോഡിയാണ്. സുഷുമ്ന നാഡി 31 ജോഡി. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരീക്ഷ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ വേണ്ടി പറ്റിയില്ലേ? അപ്പം ഇങ്ങനെ റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. റിവിഷൻ റിവിഷൻ റിവിഷൻ, എക്സാം 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 എന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. അത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 41 ആയി. ഡേ 41 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യം മുതൽ നമ്മുടെ കൂടെ വരുന്ന ഒരുപാട് പേരുണ്ട്. അവർ 100 ഡേയ്സും കൂടെ തന്നെ നിൽക്കുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നാളെ ഡേ 42 ആണേ. നാളെ പഠിക്കേണ്ട പോർഷൻസ് ഒക്കെ ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തരാം. സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ടൈം ഷെഡ്യൂള്,
പിന്നെ ബാക്കി കാര്യങ്ങൾ ഗൈഡൻസ് ഒക്കെ അവിടെ തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഫ്രീ ആയിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യാവുന്നത്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്